These are the lessons I learned from creating content for the past 1.5 years. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 വർഷമായി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ലെസൺ നമ്പർ 1, സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് വീഡിയോസ് ഫോർ യുവർ ഫോളോവേഴ്സ്, ക്രിയേറ്റ് വീഡിയോസ് ഫോർ 1 പേഴ്സൺ. അതായത് നീ ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവനെപ്പോലെ 100 ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതേസമയം നീ 100 പേർക്ക് വേണ്ടിയിട്ട് അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ യു വിൽ നെവർ ബി റിലേറ്റബിൾ ടു എനി വൺ ഓഫ് ദം. അപ്പോൾ എപ്പോഴും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ആർക്ക് റിലേറ്റബിൾ ആയിരിക്കും, ഇത് ആർക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഇത് ആർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നീ ഡിഫൈൻ ചെയ്യണം. ആരാണ് നിൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പെയിൻസ് എന്താ, അവരുടെ പ്രോബ്ലംസ് എന്താ, അവർക്കുള്ള സൊല്യൂഷൻ എന്താണ്. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഒന്നുകൂടെ ആൾക്കാരിലേക്ക് എത്തുക. അതേപോലെ തന്നെ നീ എന്നെ പോലെ ടോക്കിംഗ് ഹെഡ് വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഹേ ഗായ്സ്, നമ്മൾ അല്ലെങ്കിൽ വി എന്നൊക്കെയുള്ള ടേംസിന് പകരം യു അല്ലെങ്കിൽ നീ എന്ന് ഉപയോഗിക്കാൻ നോക്കുക. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മോസ്റ്റ് പ്രോബബ്ലി 90% ആൾക്കാരും അവർ തന്നെയായിരിക്കും കാണുന്നത്. മൊബൈലിലായിരിക്കും, ലാപ്ടോപ്പിലായിരിക്കും, എവിടെയാണെങ്കിലും അവരൊറ്റയ്ക്കായിരിക്കും കാണുന്നുണ്ടാവുക. ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ആയിരിക്കില്ല കാണുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യു അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ലെസൺ നമ്പർ 2, യു ആർ എ ടെറിബിൾ ജഡ്ജ് ഓഫ് യുവർ സെൽഫ്. അതായത് എനിക്ക് എന്നെ പറ്റിയുള്ള അസംഷനായിരുന്നു, എനിക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റൂല, എനിക്ക് കുറച്ചുകൂടെ നല്ലോണം ചിന്തിക്കാനാണ് കഴിവുള്ളത്. ലൈക്ക് ഐ ക്യാൻ പ്രോസസ് ദ തോട്ട്സ് ബെറ്റർ ഇൻ മൈ ഹെഡ്, ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഞാൻ വിചാരിച്ചത് ഐ കുഡൻ പെർഫോം വെൽ. പക്ഷേ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാർ ഇൻ പേഴ്സൺ പറയാൻ തുടങ്ങിയതും, അതുപോലെ തന്നെ എനിക്ക് DMസിൽ ആൾക്കാർ മെസ്സേജ് അയക്കുന്നതും കമൻസിൽ മെൻഷൻ ചെയ്യുന്നതും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വെൽ സെഡ് ബ്രോ. എൻ്റെ മൈൻഡിലുള്ള കാര്യം നീ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തു എന്ന് കുറേ ആൾക്കാർ പറയലുണ്ട്. സോ ഐ വാസ് റോങ് അബൌട്ട് എ പെർസെപ്ഷൻ അബൌട്ട് മൈ സെൽഫ്. അപ്പോൾ ഡോണ്ട് ട്രൈ ടു ജഡ്ജ് യുവർ സെൽഫ് ആൻഡ് സ്റ്റോപ്പ് ദെയർ ബിക്കോസ് യു ആർ എ ടെറിബിൾ ജഡ്ജ് ഓഫ് യുവർ സെൽഫ്. ലെസൺ നമ്പർ 3, ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് വീഡിയോ. നമുക്കറിയില്ല നമ്മുടെ ഏത് വീഡിയോ ആണ് ആൾക്കാരിലേക്ക് ഏറ്റവും റിലേറ്റബിൾ ആവുക, ഏറ്റവും കണക്റ്റ് ആവുന്നതെന്നുള്ളത്. ആസ് എ ക്രിയേറ്റർ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അത് വൈറലാവണോ വേണ്ടയോ എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ അത് റീച്ച് ആവണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ ഓഡിയൻസ് തീരുമാനിച്ചോളൂ. ഞാൻ ഭയങ്കര ഹിറ്റാവും വൈറലാവും എന്ന് വിചാരിച്ച് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അതിന് കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഒരു 5 മിനിറ്റിൽ എടുക്കുന്ന പെട്ടെന്ന് വന്നൊരു ഐഡിയ വീഡിയോ ആക്കുന്നത് അത് ചിലപ്പോൾ ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് വീഡിയോ ഓർ ഐഡിയ, ജസ്റ്റ് സ്റ്റാർട്ട്. ലെസൺ നമ്പർ 4, പീപ്പിൾ വിൽ മിസ്അണ്ടർസ്റ്റാൻഡ് യു. അതായത് നീ ഒരു ഐഡിയ എത്ര ഭംഗിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും നീ പറഞ്ഞത് നല്ല കാര്യം കാണുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നാൽ അതേ സമയം നീ പറഞ്ഞ ആ ഒരു കാര്യത്തെ, ആ ഒരു ഐഡിയനെ വളച്ചൊടിച്ച് വേറൊരു ഓപ്പോസിറ്റ് രീതിയിലാക്കി പ്രസൻറ്റ് ചെയ്യുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ആദ്യം തന്നെ ബോദർ ചെയ്യായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി പീപ്പിൾ ഡോണ്ട് ഹിയർ വാട്ട് യു സേ, പീപ്പിൾ ഹിയർ വാട്ട് ദേ അണ്ടർസ്റ്റാൻഡ്. ലെസൺ നമ്പർ 5, സ്റ്റോപ്പ് ഒബ്സസിങ് ഓവർ നമ്പേഴ്സ്. കാരണം എൻ്റെ വീഡിയോസിൽ ഐ ലുക്ക് മോർ അബൌട്ട് ദ ഇമ്പാക്റ്റ്. കാരണം ചില വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല വ്യൂസ് ഉണ്ടാവും, നല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തി അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം വേറെ ചില വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, DM ചെയ്ത് പറയാറുണ്ട്, ഈ വീഡിയോ എന്നെ ഹെൽപ്പാക്കി, ഈ വീഡിയോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരിക്കലും വ്യൂസ് ഒന്നും നമ്മളെ പ്രൗഡാക്കില്ല. നമ്മൾ എത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു, എത്ര ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യമായിരിക്കും നമ്മളപ്പോൾ ബോദർ ചെയ്യുന്നുണ്ടാവുക. സോ ഡോണ്ട് ഒബ്സസ് ഓവർ നമ്പേഴ്സ്. ലെസൺ നമ്പർ 6, ഡോണ്ട് ടോക്ക് ടു എ ക്യാമറ, ടോക്ക് ടു എ പേഴ്സൺ. ഈ അടുത്ത് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ ക്യാമറ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് ഞാൻ ആ ഒരു ക്യാമറയോട് സംസാരിക്കുന്നത് എങ്ങനെ. യു ഡോണ്ട് ടോക്ക് ടു ക്യാമറ, യു ടോക്ക് ടു എ പേഴ്സൺ. അതായത് നിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു ആളാണെന്ന് വിചാരിക്കാം. ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്, ടു മൈ യങ്കർ സെൽഫ്. ഞാൻ എന്ത് കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നതാണ് 18 ഇയർ ഓൾഡ് ആദിത്യനെ ഹെൽപ്പ് ചെയ്യാം, അവൻ്റെ പ്രോബ്ലംസ് എന്താണ്, അവൻ്റെ പെയിൻസ് എന്താണ്, അവനെങ്ങനെ വീഡിയോസ് ചെയ്താലാണ് കണ്ടിരിക്കാൻ പറ്റുക, ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോസ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതും പറയുന്നതൊക്കെ. അതായത് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യുക ഐ എം ടോക്കിംഗ് ടു മൈ യങ്കർ സെൽഫ്. എൻ്റെ ഒരു 18 ഇയർ ഓൾഡോ അല്ലെങ്കിൽ ഒരു 16 ഇയർ ഓൾഡ് വേർഷനോടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നീ വിചാരിക്കുന്നുണ്ടാവും നീ ഭയങ്കര യുണീക്കല്ലേ, അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് റിലേറ്റബിൾ ആവുമെന്ന്. നിന്നെ പോലെ കുറേ ആൾക്കാരുണ്ട്. വി ആർ നോട്ട് ആക്ച്വലി വെരി യുണീക്ക്. നമ്മുടെ സെയിം ഐഡിയാസും തോട്ട്സും ഐഡിയോളജിയും ഉള്ള കുറേ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ആ വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വെൻ എവർ യു ആർ റെക്കോർഡിംഗ് വീഡിയോസ്, ഡോണ്ട് ഇമാജിൻ 1,000 പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. ജസ്റ്റ് ഇമാജിൻ യുവർ യങ്കർ സെൽഫ്. അല്ലെങ്കിൽ നീ ആർക്ക് വേണ്ടിയാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് സംസാരിച്ചാൽ മതി. ലെസൺ നമ്പർ 7, കൺസിസ്റ്റൻസി വിൻസ്. അതായത് ഞാൻ കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേലെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബിലായിരുന്നു മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ വീക്ക്ലി വൺസ് ഇടും, ചിലപ്പോൾ മന്ത്ലി
ട്വൈസ് ഒക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂസ് ഇങ്ങനെ കയറി വരും, അതേപോലെ തന്നെ ഫ്ലക്ച്വേറ്റ് ആവും, എൻഗേജ്മെൻറ്റ് കയറി വരും, അതുപോലെ തന്നെ താഴേക്ക് പോവുകയും ചെയ്യും. ബട്ട് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഗുഡ് എൻഗേജ്മെൻറ്റ്. മോർ ദാൻ 500,000 ഡാഷ്ബോർഡ് വ്യൂസ്, ക്ലോസ് ടു 1000 ഫോളോവേഴ്സ്, തൗസൻഡ്സ് ഓഫ് കമൻറ്റ്സ്. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ റീച്ചും വ്യൂസൊക്കെ മെല്ലെ കയറാൻ തുടങ്ങി. സോ കൺസിസ്റ്റൻസി ഈസ് എവറിത്തിങ്. ലെസൺ നമ്പർ 8, ക്വാണ്ടിറ്റി വിൻസ് ഓവർ ക്വാളിറ്റി. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷേ വെൻ യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ, യു നീഡ് ക്വാണ്ടിറ്റി. അതായത് അത്രയും റെപ്പ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിറ്റി ഇൻക്രീസ് ആവും. അതിന് ശേഷം ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മെല്ലെ എന്ത് ചെയ്യുക, ക്വാളിറ്റിയും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ക്വാളിറ്റിക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ക്വാണ്ടിറ്റി കുറച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലെസൺ നമ്പർ 9, ഡീറ്റാച്ച് ഫ്രം ദി ഔട്ട്കം. അതായത് ഐ വാസ് വെരി ഒബ്സെസ്ഡ് വിത്ത് ലൈക്സ്, ഷെയർസ്. ഈ ഒരു കൗണ്ട് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് നോക്കും. എന്തായി, കയറിയോ, വീഡിയോ എന്തായി, റീച്ചായോ, ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഈ ഒബ്സെഷൻ ഈസ് വാട്ട് കീപ്പിംഗ് മീ ഫ്രം ഗ്രോയിങ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് നമ്മളതിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ് അതിൻ്റെ ഔട്ട്കമ്മിൽ നിന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നല്ല വ്യൂസ് കിട്ടില്ല. ദിസ് ഈസ് ട്രൂ ടു എവറിത്തിങ് ഇൻ ലൈഫ്. അതായത് റിലേഷൻഷിപ്പ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും എന്തൊരു കാര്യം ആയിക്കോട്ടെ, വെൻ യു ആർ ടു അറ്റാച്ച്ഡ് ടു ദ ഔട്ട്കം, ദാറ്റ് ഈസ് വെൻ യു ഗെറ്റ് ഇറ്റ് ദ ലീസ്റ്റ്. ആൻഡ് വെൻ യു ആർ ടു ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഔട്ട്കം, നിനക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, യു ആർ ഓക്കെ വിത്ത് ഓർ വിത്തൗട്ട് ഇറ്റ്, ദാറ്റ്സ് വെൻ യു ഗെറ്റ് വാട്ട് യു വാണ്ട്. സോ ഡിറ്റാച്ച് ഫ്രം ദി ഔട്ട്കം. ലെസൺ നമ്പർ 10, ജസ്റ്റ് സ്റ്റാർട്ട്. ദാറ്റ്സ് ഇറ്റ്. കാരണം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് 90% ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺസ് ഇറ്റ് ലിഫ്റ്റ് ഫ്രം ദ ഗ്രൗണ്ട്, പിന്നെ അതിന് കുറച്ച് എനർജി മതി. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിനക്ക് ഭയങ്കര പാടായിരിക്കും, കുറേ ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു 1.5 വർഷത്തെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങൾ. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, യൂട്യൂബിനെ പറ്റിയും ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയും സോഷ്യൽ മീഡിയനെ പറ്റിയൊക്കെ കുറേ മനസ്സിലാക്കുക, പഠിക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഐ എൻഡഡ് അപ്പ് ലേണിംഗ് അബൌട്ട് മൈ സെൽഫ്, വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഐ ഷുഡ് ബി ടു ബിക്കം എ ബെറ്റർ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യണമെങ്കിൽ എങ്ങനത്തെ ഒരു പേഴ്സൺ ഞാൻ ആയിരിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഐ ലേൺഡ് എ ലോട്ട് അബൌട്ട് മൈ സെൽഫ്. സോ യാ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ and you got this.